നിതിന് നീതി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർത്താൽ. ആദ്യ മണിക്കൂറുകളിൽ സമരാനുകൂലികൾ തെരുവിലിറങ്ങി. വലിയ പ്രതിഷേധം. KSRTC ബസ്സുകൾ തടഞ്ഞു. നാട്ടുകാരാകെ വലഞ്ഞു. ആശുപത്രികളിലേക്ക് പോകാനുള്ള ബസ്സുകൾ മാത്രമായിരുന്നു പ്രതിഷേധക്കാർ കടത്തിവിട്ടത്. തമ്പാനൂരിലും കാട്ടാക്കടയിലും നെടുമങ്ങാടും കഴക്കൂട്ടത്തുമൊക്കെ KSRTC ബസ്സുകൾ തടഞ്ഞ് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് സമരാനുകൂലികൾ നടത്തിയത്. നാലോ അഞ്ചോ പേർ ചേർന്ന് എന്ത് തോന്നിയാൽ കാണിക്കാന്ന്. പിന്നെ ഈ പറയുന്ന 5 or 10 പേരാണ് ഇത്. ഞങ്ങളെല്ലാം കൂടെ സംഘടിച്ചാൽ നീ എങ്ങനെ ഒരു പുല്ലും ചെയ്യില്ല. നെടുമങ്ങാട് KSRTC ഡിപ്പോയ്ക്ക് മുന്നിൽ ഈ പരിസരത്തൊക്കെ യാത്രക്കാരെ കൊണ്ട് നിറഞ്ഞിരുന്നു. സമരാനുകൂലികൾ KSRTC ബസ്സുകൾ തടഞ്ഞ് വരിവരിയായി ഇട്ടിരുന്നു. പിന്നെ പോലീസ് എത്തി പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്തു മാറ്റിയതിനു ശേഷമാണ് KSRTC ബസ്സുകൾ കടത്തിവിട്ടത്. 6 മണി മുതൽ 10 മണി വരെ ബസ്സുകൾ തടഞ്ഞ് പ്രതിഷേധക്കാർ വലിയ രീതിയിൽ ഇവിടെ പ്രതിഷേധ പ്രകടനങ്ങളും മറ്റുമൊക്കെ നടത്തുകയായിരുന്നു. ഈ പ്രതിഷേധങ്ങൾക്കിടയിലുണ്ടായ വളരെ വിഷമിപ്പിക്കുന്ന കാര്യം പ്രവേശന പരീക്ഷ എഴുതാനെത്തിയ വിദ്യാർത്ഥികൾ KSRTC ബസ്സുകളിൽ കുടുങ്ങിപ്പോയി എന്നുള്ളതാണ്. കഴക്കൂട്ടം ബൈപ്പാസിന്റെ അവിടെയൊക്കെ സ്ത്രീകളുടെ നേതൃത്വത്തിലൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധം നമ്മൾ കണ്ടതാണ്. പൊതുഗതാഗതത്തെ ആശ്രയിച്ച് പ്രവേശന പരീക്ഷ എഴുതാനെത്തിയ നിരവധി വിദ്യാർത്ഥികളാണ് ആ ബസ്സുകളിൽ കുടുങ്ങിപ്പോയത്. അവരൊക്കെ സമയത്തിന് പരീക്ഷാ ഹാളുകളിൽ എത്താതെ മടങ്ങിപ്പോകേണ്ട സ്ഥിതിയും വന്നു. സെന്റർ എവിടെയാണ്? എത്ര മണിക്ക്? 9 മണിക്ക് മുമ്പേ. എത്ര സമയം ഇവിടെ കുടുങ്ങി കിടക്കണം? 2:30 മണിക്ക്. റോഡ് തടയിലൊന്നും ഉണ്ടാവില്ലെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ടാണ് ബസ്സിൽ വന്നത്. പക്ഷെ ഇപ്പൊ എക്സാം ടൈം കഴിഞ്ഞു. അവിടെ വിളിച്ചപ്പോൾ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്നാ പറയുന്നത് VIT-കാർക്ക്. 10 മണിക്ക് ശേഷം വലിയ പ്രതിഷേധങ്ങളൊന്നും ഉണ്ടായില്ല. KSRTC ബസ്സുകൾ സമരാനുകൂലികൾ തടഞ്ഞില്ല. പ്രതിഷേധങ്ങൾ ഒഴിവാക്കി ബസ്സുകളെല്ലാം സുഗമമായി നിരത്തുകളിൽ ഇറങ്ങി. കടകൾ ഭൂരിഭാഗവും ഹർത്താലിന്റെ ഭാഗമായി ഇന്ന് തുറന്നിരുന്നില്ല. തുറന്ന കടകൾ പലതും രാവിലെ തന്നെ സമരാനുകൂലികൾ അടപ്പിച്ചിരുന്നു. പക്ഷേ 10 മണിക്ക് ശേഷം പല കടകളും തുറന്ന് പ്രവർത്തിക്കുന്ന ഒരു സ്ഥിതിയും ഉണ്ടായി. TS ഹരീഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.